ഹായ്, ഇത് എക്സ്റ്ററിൻ്റെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത എസ് സ്മാർട്ട് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. എസ് വേരിയൻറ്റിനേക്കാളും കുറച്ചധികം ഫീച്ചേഴ്സ് അഡീഷണലി വന്നിരിക്കുന്നതാണ് ഈ എസ് സ്മാർട്ട് എന്ന് പറഞ്ഞ വേരിയൻറ്റ്. ഈ വേരിയൻറ്റിൽ അപ്പോൾ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വന്നിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ എക്സ്റ്ററിൽ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ഏറ്റവും പുതിയ വേരിയൻ്റായ എസ് സ്മാർട്ട് വേരിയൻ്റാണിത്. എസ് വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം അഡീഷണൽ ഫീച്ചേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്നാൽ കുറച്ച് ഫീച്ചേഴ്സായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്സ്റ്ററിൽ നിങ്ങൾക്ക് സൺറൂഫ് ഉള്ള ഒരു വേരിയൻറ്റ് വേണം, ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കുള്ള ഒരു വാഹനം വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വേരിയൻറ്റ് ഈ എസ് സ്മാർട്ട് വേരിയൻ്റ് ആണ്. ഇത് ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് കളർ ബേസ് വേരിയൻ്റ് തൊട്ട് അവൈലബിൾ ആണ്. ഈ ഒരു എക്സ്റ്ററിന് എന്തായാലും അത്യാവശ്യമുള്ള റോഡ് പ്രസൻസ് തരുന്നതും ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. താഴെ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ സിൽവർ ഫിനിഷ് ഒക്കെ വരുന്നത് കൊണ്ട് ഒരു SUV ലുക്കൊക്കെ വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്റ്ററിൻ്റെ ഹൈലൈറ്റ് ആയ H ഷേപ്പിലുള്ള DRL സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വേരിയൻ്റ് തൊട്ടാണ്. അതിനകത്തായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഈ DRL LED ആയിട്ടാണ് വരുന്നത്. താഴേക്ക് വന്നാൽ നമുക്ക് ഹെഡ്ലൈറ്റുകൾ കാണാം. അത് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്. പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റുകൾ വരുന്നത് SX വേരിയൻ്റ് തൊട്ടിട്ടാണ്. ഈ വേരിയൻറ്റിൽ നോർമൽ ഹെഡ്ലൈറ്റുകളാണ്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് പാർക്ക് ലൈറ്റും കാണാം. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ എക്സ്റ്ററിൽ വരുന്നില്ല. ഫ്രണ്ടിൽ ആ സിൽവർ ഫിനിഷ് സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. 185 mm ആണ് എക്സ്റ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ ആ ക്ലോസ്ഡ് ടൈപ്പ് ഗ്രില്ല് കാര്യങ്ങൾ വരുന്നു. അത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് എക്സ്റ്റർ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആ ഒരു സിൽവർ ഫിനിഷിൽ കാണാവുന്നതാണ്. ടോപ്പിലായിട്ട് ഹ്യുണ്ടായുടെ ഒരു ലോഗോയും വരുന്നുണ്ട്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിന് മേജറായിട്ടുള്ള ചേഞ്ച് വരുന്നത്. ഇതിന് മുമ്പ് എസ് വേരിയൻറ്റിൽ 14 ഇഞ്ച് നോർമൽ വീലുകളായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ 15 ഇഞ്ച് ഹൈപ്പർ സ്റ്റൈൽ വീലിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അലോയ്സ് പോലെ തോന്നിക്കുന്ന വീലുകളാണ്. ഇപ്പോൾ നമുക്ക് ടയർ സൈസ് വരുന്നത് 175, 65, R15 ആണ് ടയർ സൈസ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇത് ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ്, അലോയ്സ് പോലെ തോന്നിക്കുന്നത്, പക്ഷേ വീൽ കപ്പുകളാണ് വരുന്നത്. എന്താണെങ്കിലും കാണാൻ നല്ല ലുക്കുള്ള രീതിയിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. നടുക്കേൻ്റെ ഹ്യുണ്ടായുടെ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. മിറേഴ്സ് നമുക്ക് ബോഡി കളറിൽ തന്നെയാണ് മിറേഴ്സ് വരുന്നത്. ഡോർ ഹാൻഡിൽസും ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു റൂഫ് റെയിൽസിൻ്റെ കുറവ് ഇതിനകത്ത് ഫീൽ ചെയ്യും. അത് ഷോറൂമിൽ നിന്ന് നമുക്ക് ആക്സസ് റൈഡ് ചെയ്യാം. വശങ്ങളിൽ വലിപ്പത്തിൽ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നുണ്ട്. അത് ഈ ഒരു ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് എടുത്ത് കാണിക്കാത്തത്. ഗ്ലാസുകൾ പ്ലെയിൻ ഗ്ലാസുകളാണ് വരുന്നത്. നമുക്ക് സൺ റൂഫ് ഈ വേരിയൻറ്റ് തൊട്ടേ അവൈലബിൾ ആണ്. സിംഗിൾ ഡെൻ സൺ റൂഫാണ്. റൂഫ് റെയിൽസ് വരുന്നില്ല. ബാക്കിൽ നോർമൽ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വശങ്ങളിൽ നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഹനമായിട്ട് തന്നെ എക്സ്റ്റർ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് വേരിയൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു മിഡ് വേരിയൻ്റ് ആണെന്ന് മനസ്സിലാവും. കാര്യം ബാക്കിൽ വൈപ്പർ വരുന്നില്ല. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ സ്പോയിലർ വരുന്നില്ല. എക്സ്റ്ററിന് ബാക്കിൽ സ്പോയിലർ ഉള്ളതാണ് കാണാൻ ഭംഗി. അത് നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസ് റൈഡ് ചെയ്യാം. ഷോറൂമിൽ നിന്ന് ചെയ്യുമ്പോൾ ആ ഒരു കമ്പനി ഫിറ്റഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ലുക്ക് കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. ടോപ്പിൽ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സിലാണ്, വൈപ്പർ വാഷർ ഒന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ നമുക്ക് ആ H ഷേപ്പിൽ ടെയിൽ ലൈറ്റ് കാണാനായിട്ട് പറ്റും. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ്, അത് ഹാലജനാണ്. അതിന് താഴെ റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ഹാലജനായിട്ട് വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് 2 റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറ പോലെയുള്ള ഫീച്ചേഴ്സൊന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ബാക്കിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് എക്സ്റ്ററിന് വരുന്നത്. എക്സ്റ്ററിൻ്റെ ബൂട്ട് സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 391 ലിറ്ററാണ് അതിൻ്റെ ബൂട്ട് സൈസ് വരുന്നത്. ഒരു പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് വരുന്നത്. സ്പ്ലിറ്റ് സീറ്റ് അല്ല, ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റുകൾ കൊടുത്തിരിക്കുന്നത്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ബൂട്ടിൽ വരുന്നില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റിൽ വരുന്ന ആ ഒരു 165 70R14 ആണ് സ്പെയർ വീല് വരുന്നത്. സ്റ്റീൽ വീലുകൾ കൊടുത്തിരിക്കുന്നു. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ ബാക്കിൽ വരുന്നില്ല. ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡോർ ഹാൻഡിൽസ് ആ ഒരു ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. കീലെസ് എൻട്രി പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് എൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. അതൊരു വൈറ്റ് ഫിനിഷും സെൻറ്ററിൽ ഒരു ചെറിയൊരു വൈറ്റ് ഫിനിഷും ബാക്കി ഫുൾ ബ്ലാക്കിലും കാണാനായിട്ട് പറ്റും. ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് ഡോർ പാഡ് വരുന്നത്. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാൻ ഉള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡോർ ഹാൻഡിൽസ് നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ്. സ്പീക്കർ ഗ്രില്ല് കാണാൻ താഴെ. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ആ സീറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ മാനുവൽ വേരിയൻ്റ് ആണ്, എന്നാലും ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. AC വെൻസിന് ചുറ്റുമെല്ലാം നമുക്കൊരു
ക്രോം ആൻഡ് സിൽവർ ഫിനിഷ് കാണാവുന്നതാണ്. എസ് സ്മാർട്ട് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡ്യുവൽ ടോൺ കളറിലാണ്, ബ്ലാക്ക്, ഒരു ഓഫ് വൈറ്റ്, പിന്നെ താഴെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മൾട്ടി ഫംഗ്ഷനിലുള്ള സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. താഴെ ഒരു സിൽവർ ഫിനിഷ് വരുന്നു. റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്, ഫ്ലാറ്റ് ബോട്ടം ഒന്നും കൊടുത്തിട്ടില്ല. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ വൈപ്പർ, ഓട്ടോ ഹെഡ്ലൈറ്റ് പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. സ്പീഡോമീറ്ററും RPM മീറ്ററും എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇതിനകത്ത് വരുന്നുണ്ട്. TPMS ആറായിട്ട് വരുന്നുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT ക്ലസ്റ്ററിന്റെ മറ്റേ ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ളത്, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സെൻട്രലിലേക്ക് വരുമ്പോഴാണ് ഒരു ചേഞ്ച് കാണുന്നത്. നമുക്ക് മ്യൂസിക് സിസ്റ്റം ഇതിനകത്ത് വരുന്നില്ല. 14,000 രൂപ നമ്മൾ അഡീഷണലി പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം 9 ഇഞ്ചിൻ്റെ സിസ്റ്റം ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസറേറ്റ് ചെയ്യാം. അതിനകത്ത് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, 4 സ്പീക്കറും റിവേഴ്സ് ക്യാമറയും. 14,990 രൂപയാണ് അതിന് കോസ്റ്റ് വരുന്നത്. അത് നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കൺട്രോളുകളെല്ലാം അതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 15,000 രൂപ അഡീഷണലി പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോപ്പ് എൻഡിൻ്റെനേക്കാളും വലിപ്പമുള്ള ഒരു 9 ഇഞ്ചിൻ്റെ സ്ക്രീൻ കിട്ടും. അഡീഷണൽ ഫീച്ചേഴ്സ് കാര്യങ്ങൾ കിട്ടും. ടോപ്പ് എൻഡിൻ്റെ ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിന് നടുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. മാനുവൽ AC കൺട്രോൾസ് ആണ് ഈ വേരിയന്റിൽ വരുന്നത്. അതിന് താഴെ വന്നാൽ നമുക്കൊരു Type-C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. നമ്മുടെ മ്യൂസിക് സിസ്റ്റം കണക്ട് ചെയ്യുമ്പോൾ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ജസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് സിസ്റ്റം എടുത്തങ്ങോട്ട് മാറ്റി എന്നാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ സ്മാർട്ട് വേരിയന്റിൽ ചെയ്തിരിക്കുന്നത്. അഡീഷണലി കുറച്ചധികം ഫീച്ചേഴ്സ്, സൺറൂഫ് പോലുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. മാനുവൽ ഗിയർ ലിവർ കാണാം. ഈ ഒരു വേരിയന്റിൽ നമുക്ക് AMTയും അവൈലബിൾ ആണ്. ആ സെന്റർ കൺസോളിലെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഹാൻഡ് ബ്രേക്ക്, സെന്റർ ആംബ്രസ്റ്റ് കാര്യമൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഫിക്സഡ് ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ്. സീറ്റിൽ നമുക്ക് എക്സ്റ്റർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് സീറ്റ് ബെൽറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയത് അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്യാപ്പ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു. ക്വാർട്ടർ ഡ്രൈവേഴ്സിൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. സെൻറ്റർ IRVMs, മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. നമുക്ക് റീഡിംഗ് ലൈറ്റ് അതും ഹാലജനായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺവൈസസ്, ടിക്കറ്റ് ഹോൾഡറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വേരിയന്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിംഗിൾ ഡെൻ സൺറൂഫ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സൺറൂഫിന്റെ ഒരു സ്റ്റാർട്ടിംഗ് വേരിയന്റും ഇപ്പോൾ ഒരു സ്മാർട്ട് വേരിയന്റ് ആണ്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസന്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂടുതൽ ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സ്മാർട്ട് വേരിയന്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ അഡീഷണലി 15,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ഫീച്ചേഴ്സും ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കും ഉള്ള ഒരു സെൻറ്റർ കൺസോളും ലഭിക്കും എന്നുള്ളതാണ്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഈ സെഗ്മെന്റിലെ ഏറ്റവും വലിയ ഡോറുകളും നമുക്ക് എക്സ്റ്റർണാണ്. അത്യാവശ്യം മാസീവായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് എക്സ്റ്റർനുള്ളത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസും നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. താഴെ സ്പീക്കേഴ്സ് ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരു 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ടും ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് 3 പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ കാണാം. 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരുന്നത്. സെൻട്രൽ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ മാസീവായിട്ടുള്ള ലെഗ് റൂം കാണാം. ഇപ്പോൾ ബാക്കിൽ സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ലെഗ് റൂം ആൻഡ് നീ റൂം നോക്കുകയാണെങ്കിലും ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഏകദേശം 20 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. അത്രയ്ക്ക് ഹൈറ്റുള്ള ഒരു വാഹനമാണ് എക്സ്റ്റർ. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടൊന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിൽ നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് സെന്റർ മൗണ്ടറായിട്ടും റീഡിംഗ് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് നമുക്കൊരു പാഴ്സൽ ട്രേയും വരുന്നു. എക്സ്റ്ററിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ ഹ്യുണ്ടായുടെ ട്രൈഡന്റ് ആയിട്ടുള്ള 1.2 ലിറ്റർ 4 സിലിണ്ടർ VT പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. വിത്ത് 5 സ്പീഡ് AMT അല്ലെങ്കിൽ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. വളരെ ക്വയറ്റ് ആയിട്ട് വളരെ സൈലന്റ് ആയിട്ടുള്ള അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 20 km/ലിറ്റർ ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും ഒരു 14-നും 15-നും ഇടയ്ക്ക് നമുക്ക് ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്മാർട്ട് വേരിയന്റിന് പ്രൈസ് 5,000 രൂപയുടെ അടുത്ത് കുറവാണ് വന്നിരിക്കുന്നത്. വേരിയന്റിൽ ഇപ്പോൾ അഡീഷണലി നമുക്ക് പഴയതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ 15 ഇഞ്ച് വീൽസും റിവേഴ്സ് ക്യാമറയും വേരിയന്റിൽ വന്നിട്ടുണ്ട്. സ്മാർട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അഡീഷണലി നമുക്ക് കുറച്ചധികം ഫീച്ചേഴ്സാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഈ വേരിയന്റിന്റെ
മാനുവൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന മാനുവൽ വേരിയന്റിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 7,68,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 8,70,000 രൂപ. ഈ എസ് സ്മാർട്ടിൽ നമുക്ക് AMT അവൈലബിൾ ആണ്. അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,80,000 രൂപയാണ്. എസ് വേരിയന്റിന് തൊട്ട് താഴെ വരുന്ന എസ് വേരിയന്റ് ആണ്. എസ് വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 7,73,000 രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 8,75,000 രൂപയാണ്. ആ എസ്സിൽ തന്നെ നമുക്ക് AMT അവൈലബിൾ ആണ്. അതിന് 9,63,000 രൂപയുടെ അടുത്താണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എക്സ്റ്ററിന് നിങ്ങൾക്ക് അത്യാവശ്യം ഓഫറുകൾ അവൈലബിൾ ആണ്. മൊത്തം 65,000 രൂപയുടെ അടുത്ത് ഓഫർ വരുന്നുണ്ട്. അതിനകത്ത് 30,000 രൂപ സ്ട്രേറ്റ് അവേ കൺസ്യൂമർ ഓഫറും 35,000 രൂപ നമുക്ക് സ്ക്രാപ്പേജ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് എന്നുള്ള രീതിയിലാണ് ഓഫർ വരുന്നത്. ഈ എക്സ്ചേഞ്ച് ബോണസ് ഇല്ലാത്ത പ്രൈസാണ് നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എക്സ്റ്ററിൽ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ട് ഈ എസ് സ്മാർട്ട് വേരിയന്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 8,70,000 രൂപയാണ് മാനുവൽ വേരിയന്റിന്. മ്യൂസിക് സിസ്റ്റം അഡീഷണലി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 8,85,000 രൂപ വരും. ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഒരു റൂഫ് റെയിലും ബാക്കിൽ അത്യാവശ്യം വേണ്ട മറ്റ് ഫീച്ചേഴ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ 9 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഈ ഒരു വേരിയന്റും ഇതിൻ്റെ ഓട്ടോമാറ്റിക് 10 ലക്ഷം രൂപ ബഡ്ജറ്റിലും അത്യാവശ്യം ഫീച്ചേഴ്സോട് കൂടി നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഹ്യൂണ്ടായി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോപ്പുലർ ഹ്യൂണ്ടായുടെ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പുതിയ വാഹനം വാങ്ങാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.